Chapter 8, the General Service Board. The General Service Board. The General Service Board, the trustees, is the chief service arm of the conference and is essential custodial in its character, accepting for decisions upon matters of policy, finance, or AI tradition liable to seriously affect AI as a whole. The General Service Board has entire freedom of action in the routine conduct of the policy and business affairs of the AI service corporations, excerpts from the conference charter. അപ്പോൾ ചാപ്റ്റർ 8 ആയിട്ട് ജനറൽ സർവീസ് ബോർഡ് അല്ലെങ്കിൽ ജനറൽ സർവീസ് ബോർഡിനെ കുറിച്ചാണ്. ജനറൽ സർവീസ് ബോർഡ് ട്രസ്റ്റിമാരാണ് കോൺഫറൻസിന്റെ പ്രധാന സേവനഭാവം. അടിസ്ഥാനപരമായി ഇത് കസ്റ്റോഡിയൽ സ്വഭാവമുള്ളതാണ്. പോളിസി അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ എ ട്രഡീഷനെ സംബന്ധിച്ചും എയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചും അത് എ മുഴുവൻ സംഘടനയെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങളല്ലാതെ ജനറൽ സർവീസ് ബോർഡിന് സേവന കോർപ്പറേഷനുകളുടെ ദിനചര്യ പ്രവർത്തനങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കോൺഫറൻസ് ചാർട്ടറിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. അതായത് പോളിസി, ഫിനാൻസ് അല്ലെങ്കിൽ എയുടെ പാരമ്പര്യം സംബന്ധിച്ചും അത് മുഴുവൻ സംഘടനയും ഗൗരവമായി ബാധിക്കാവുന്ന വിഷയങ്ങളല്ലാതെ ജനറൽ സർവീസ് ബോർഡിന് സേവന കോർപ്പറേഷൻ ദിനചര്യ പ്രവർത്തനങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കോൺഫറൻസ് ചാർട്ടറിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അത് വായിച്ചത്. അപ്പോൾ ജനറൽ സർവീസ് ബോർഡ് അല്ലെങ്കിൽ GSB എന്ന് വിളിക്കുന്ന അവരാണ് കോൺഫറൻസിന്റെ പ്രധാന സേവന വിഭാഗമാണ്. അവര് അടിസ്ഥാനപരമായി ഇത് കസ്റ്റോഡിയൽ സ്വഭാവമുള്ളതാണ്. നമ്മുടെ പോളിസികളെ കുറിച്ചും ഫിനാൻസിനെ കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ച് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ സംഘടനയെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ അല്ലാതെ ജനറൽ സർവീസ് ബോർഡിന് സേവന കോർപ്പറേഷനുകളുടെ എല്ലാ ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അത് പറയുന്നത്. അപ്പോൾ the trustees of the General Service Board of Alcoholics Anonymous are concerned with everything happening inside and outside AA that may affect the health and growth of the fellowship. The AA Charter envisions the trustees as custodial in their duties, meaning they are focused upon the welfare of the fellowship and its members alone. A custodial relationship between the trustees and the fellowship means their purpose is to safeguard the vital service provided for the fellowship, not to govern. This relationship must ask the trustees to be informed and thoughtful in their actions and to keep the fellowship best interest at heart. It expects the trustees to be vigilant and proactive on AA's behalf, so we, the membership of AA, can get to work helping alcoholics get and stay sober. The trustees are very much part of the upside down triangle. The two charts in Appendix C show how the General Service Board fits into the whole picture. The charter visualizes how trustees drive what authority they have from the conference. This relationship was established when the conference structure was first set up. Over the years, the only changes considered necessary have been the composition in the of the General Service Board, not its duties or responsibilities. The bylaws of the General Service Board, see Appendix 0. Appendix O described fully all aspects of the working of the Board of Trustees. ജനറൽ സർവീസ് ബോർഡിന്റെ പങ്കിനെ കുറിച്ചാണ്. ആൽക്കോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് ബോർഡിലെ ട്രസ്റ്റിമാർ എയുടെ ഉള്ളിലും പുറത്തു നടക്കുന്ന ഫെലോഷിപ്പിന്റെ ആരോഗ്യത്തെയും വളർച്ചയും ബാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്നു. ചാർട്ടർ ട്രസ്റ്റിമാരെ കസ്റ്റോഡിയലായി കണക്കാക്കപ്പെടുന്നു. അതായത് അവർ ഫെലോഷിപ്പിനെ അതിലെ അംഗങ്ങളെയും സംരക്ഷിക്കുന്ന ചുമതലയിലാണ്. അവർ ഗവേൺ ചെയ്യാനല്ല, അല്ലെങ്കിൽ ഭരിക്കാനല്ല, മറിച്ച് സംരക്ഷിക്കാനാണ്, സേഫ് ഗാർഡ് ചെയ്യാൻ. ട്രസ്റ്റിമാരും ഫെലോഷിപ്പും തമ്മിലുള്ള ബന്ധം അർത്ഥമാക്കുന്നത് അവർ പ്രധാന സേവനങ്ങൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, നിയന്ത്രിക്കുകയല്ല. ഇത് ട്രസ്റ്റിമാരോട് ആവശ്യപ്പെടുന്നത് എയുടെ മികച്ച താല്പര്യങ്ങൾ മനസ്സിൽ വെക്കുക, പ്രവർത്തനങ്ങളിൽ ജാഗ്രതയും ചിന്തയും പുലർത്തുക, മുൻകൂട്ടി പ്രവർത്തിച്ച് ഫെലോഷിപ്പിനെ സഹായിക്കുക. അതിലൂടെ സേവന അംഗങ്ങൾക്ക് അവരുടെ പ്രധാന ദൗത്യം ചെയ്യാൻ സാധിക്കുന്നു. മധ്യാസക്തരായ ആളുകളെ സഹായിക്കുകയും അവരുടെ സോബറിറ്റിയിൽ നിലനിർത്തുകയും ചെയ്യുന്നു. അപ്സൈഡ് ഡൗൺ ട്രയാങ്കിൾ, തലകീഴായ ത്രികോണം. ഈ ട്രസ്റ്റിമാർ ഈ സംഘടനയിലെ ഒരു ഭാഗമാണ്. അപ്പൻഡിക്സ് സിയിലെ ചാർട്ടുകളിൽ ജനറൽ സർവീസ് ബോർഡ് മുഴുവൻ സംവിധാനത്തിന് എങ്ങനെ ഉൾപ്പെടുന്നു എന്ന് കാണിക്കുന്നു. ഈ ഘടനയിൽ ട്രസ്റ്റിമാർക്കുള്ള അധികാരം കോൺഫറൻസിൽ നിന്നാണ് വരുന്നത്. ഈ ബന്ധം
കോൺഫറൻസ് ഘടന രൂപീകരിച്ചപ്പോൾ തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ്. വർഷങ്ങളായി ഉണ്ടായ മാറ്റങ്ങൾ പ്രധാനമായും ബോർഡിന്റെ ഘടനയിൽ മാത്രമാണ്. അതിന്റെ ചുമതലകളിലോ ഉത്തരവാദിത്തങ്ങളിലോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ജനറൽ സർവീസ് ബോർഡിന്റെ ബൈലോകൾ അപ്പൻഡിക്സ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഈ പുസ്തകത്തിന്റെ തന്നെ അപ്പൻഡിക്സിൽ ഇത് പറയുന്നുണ്ട് അനുബന്ധത്തില്. അടുത്ത ഭാഗം മിഷൻ വിഷൻ ആക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ജനറൽ സർവീസ് ബോർഡ്. അപ്പോൾ ജനറൽ സർവീസ് ബോർഡിന്റെ ദൗത്യം എന്താണ്, അങ്ങനെയുള്ള കാഴ്ചപ്പാട് എന്താണ്, പ്രവൃത്തികൾ എന്താണ്, ഇതൊക്കെയാണ് ഈ ഹെഡിങ്ങിൽ പറയുന്നത്. ടു ഗൈഡ് ഇറ്റ്സ് ഓൺ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് to the fellowship, the trustees of the General Service Board have adopted the following mission, vision, action statement. Mission. Our mission is to serve the fellowship of Alcoholics Anonymous. Vision. We provide clear and effective leadership to the fellowship. Fellowship. We are directly responsible and responsible to the fellowship. Second action. In all, we provide clear and effective leadership to the fellowship. We are directly responsible and responsive to the fellowship through the General Service Conference. We are concerned with all matters affecting the fellowship. Primary purpose of carrying the AA message to the still suffering alcoholic. Action. In all of our deliberations and decisions, we shall be guided by an uphold and 12 steps, 12 traditions and 12 concepts. അവന് കൊടുത്താ വണ്ടിയിലേക്ക് അപ്പം കൺസെപ്റ്റ്സ് ആക്ടിങ്. The two service corporations, AAWS Inc. and AA Grapevine Inc., all the affiliated of the General Service Board of Alcoholics Anonymous Inc. are organized as separate not-for-profit corporation and as such routine conduct of policy and business affairs of each resides the respective board of two corporations, acting as the principal planner of the planners and administration of overall policy and finance. Serving as custodians of the two affiliated corporations, AA World Service Inc. and AA Grapevine Inc., making sure the best possible communications and unity exist among them. The General Service Office and the General Service Board, overseeing and adjusting when needed a sound, wide-reaching public relations policy that is inclusive of all who may be of help in raising awareness of the fellowship existence to all who may benefit from it. Communicating with them and maintaining relationship with the General Service structure throughout the world, providing support to help ensure the growth and welfare of the fellowship worldwide, acting as guardians of AA steps, traditions and concept. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ആക്ഷൻ, എന്താണ് മിഷൻ, എന്താണ് വിഷൻ, എന്താണ് ആക്ഷൻ. ഇപ്പൊ നമ്മൾ അതിനകത്തേക്ക് പോവാം. ജനറൽ സർവീസ് ബോർഡിന്റെ മിഷൻ വിഷൻ ആക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? മിഷൻ, ദൗത്യം. ഞങ്ങളുടെ ദൗത്യം ആൽക്കോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിനെ സേവിക്കുക എന്നതാണ്. എന്താണ് ദൗത്യം? ആൽക്കോളിക്സ് അനോണിമസ് ഫെലോഷിപ്പിനെ സേവിക്കുക എന്നതാണ്. വിഷൻ, ദർശനം. ഫെലോഷിപ്പിന് വ്യക്തവും ഫലപ്രദവുമായ നേതൃത്വം നൽകുക. ജനറൽ സർവീസ് കോൺഫറൻസിലൂടെ ഫെലോഷിപ്പിനോട് നേരിട്ട് ഉത്തരവാദിത്വവും പ്രതികരണവും പുലർത്തുക. ജനറൽ സർവീസ് കോൺഫറൻസിനോട് ഫെലോഷിപ്പിനോട് നേരിട്ട് ഉത്തരവാദിത്വവും പ്രതികരണ ശേഷിയും പുലർത്തുക. എയുടെ പ്രധാന ലക്ഷ്യമായി ഇന്നും കഷ്ടപ്പെടുന്ന മധ്യാസനത്തിലേക്ക് സന്ദേശം എത്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധ നൽകുക. അപ്പോ എന്താണ് ദർശനം? ഫെലോഷിപ്പിന് ഒരു വ്യക്തമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു നേതൃത്വം നൽകുക. ജനറൽ സർവീസ് കോൺഫറൻസിലൂടെ നേരിട്ട് ഉത്തരവാദിത്വവും പ്രതികരണ ശേഷിയും പുലർത്തുക. എയുടെ പ്രധാന ലക്ഷ്യമായി ഇന്നും കഷ്ടപ്പെടുന്ന മധ്യാസക്തനിലേക്ക് സന്ദേശം എത്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധ നൽകുക. ആക്ഷൻ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ എല്ലാ ചർച്ചകളിലും തീരുമാനങ്ങളിലും 12 സ്റ്റെപ്സ് 12 പടികൾ, 12 ട്രഡീഷൻ 12 പാരമ്പര്യങ്ങൾ, 12 കൺസെപ്റ്റ് 12 ആശയങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ, ഇവയെ മാർഗദർശനമായി സ്വീകരിക്കുകയും അവ പാലിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാമാണ് ട്രസ്റ്റിമാരുടെ
ജനറൽ സർവീസ് ബോർഡിന്റെ പ്രധാന ചുമതലകളിൽ പറയുന്ന കാര്യങ്ങളാണ്. അടുത്തത് എന്താണ്? മൊത്തത്തിലുള്ള പോളിസിയും അല്ലെങ്കിൽ നയങ്ങൾ, ഫിനാൻസും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സംബന്ധിച്ച പ്രധാന പ്ലാനർമാരും അഡ്മിനിസ്ട്രേറ്റർമാരുമായി പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മുടെ ഫെലോഷിപ്പിന്റെ മൊത്തത്തിലുള്ള ഫിനാൻസിനെ സംബന്ധിച്ച പ്ലാനർമാരുമായിട്ട് പ്രവർത്തിക്കുന്നവരെ GSB ജനറൽ സർവീസ് ബോർഡാണ്. 2 അനുബന്ധ കോർപ്പറേഷനുകൾ. എന്താണ് അനുബന്ധ കോർപ്പറേഷൻ? നമുക്കറിയാം, AA വേൾഡ് സർവീസ്, ലോക സേവനത്തിനായിട്ടുള്ള ആൽക്കോൾ സർവീസിന്റെ AA വേൾഡ് സർവീസ് ഇൻകോർപ്പറേറ്റഡ് ആൻഡ് AA ഗ്രേപ്പ് ഇൻകോർപ്പറേറ്റഡ്, ഈ 2 പേരുടെയും കസ്റ്റോഡിയന്മാരായി പ്രവർത്തിച്ച് അവയ്ക്കും ജനറൽ സർവീസ് ഓഫീസിനും ജനറൽ സർവീസ് ബോർഡിനും ഇടയിൽ മികച്ച ആശയവിനിമയവും ഐക്യവും ഉറപ്പാക്കുന്നു. ഫെലോഷിപ്പിന്റെ, അതായത് നന്നായിട്ട് ആശയവിനിമയം നടത്തുക, അതുപോലെ തന്നെ അവരുടെ ഐക്യം ഉറപ്പാക്കുന്നു. ഫെലോഷിപ്പിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ ഉൾക്കൊള്ളുന്ന ഒരു ശക്തമായ പബ്ലിക് റിലേഷൻസ് നയം മേൽനോട്ടം വഹിക്കുകയും ആവശ്യമായപ്പോൾ തിരുത്തുകയും ചെയ്യുന്നു. ഒരു പബ്ലിക് റിലേഷൻസ് നയമുണ്ട്, അതിനാവശ്യമായ മേൽനോട്ടം വഹിക്കുകയും ആവശ്യമായപ്പോൾ തിരുത്തുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ജനറൽ സർവീസ് ഘടനകളുമായി ബന്ധപ്പെടുകയും ആശയവിനിമയം നിലനിർത്തുകയും ചെയ്യുന്നു. ഫെലോഷിപ്പിന്റെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും പിന്തുണ നൽകുന്നു. ഫെലോഷിപ്പിന്റെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും പിന്തുണ നൽകുന്നു. AIയുടെ സ്റ്റെപ്സ്, ട്രഡീഷൻസ്, കൺസെപ്റ്റ് എന്നിവയുടെ സംരക്ഷകരായി പ്രവർത്തിക്കുന്നു. ആൽക്കോൾ സർവീസിന്റെ 12 പടികൾ, ആൽക്കോൾ സർവീസിന്റെ 12 പാരമ്പര്യങ്ങൾ, ആൽക്കോൾ സർവീസിന്റെ സങ്കല്പങ്ങൾ, 12 സങ്കല്പങ്ങൾ, ആശയങ്ങൾ എന്നിവയുടെ സംരക്ഷകരായി പ്രവർത്തിക്കുന്നതും GSB ആണ്. അടുത്ത് നമ്മൾ പോകുന്നത് ടൈം കൺസിഡറേഷൻസ് ആണ്. കോൺഫറൻസ് ആസ്ക് prospective candidates to carefully consider how much time they have available for AA service as a trustee. They must be available for quarterly board meetings held in New York, each of which takes 3 or 5 days plus travel time. The week-long conference in New York each April. Regular communications throughout the year with their colleagues on the board, members of the fellowship and the GSO staff. Participation in other matters and require attention between regularly scheduled meetings. When asked, attending regional forums and local AA events. Service on a corporate board was needed. There are additional responsibilities and resulting time commitments specific to non-alcoholic Class A trustees. This is discussed in depth later in the chapter. Time consideration. സമയം, ടൈം കൺസിഡറേഷൻസ്. ട്രസ്റ്റിയായി സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സമയലഭ്യത ശ്രദ്ധാപൂർവം വിലയിരുത്തണമെന്ന് കോൺഫറൻസ് അഭ്യർത്ഥിക്കുന്നു. അവർക്ക് ലഭ്യമായിരിക്കേണ്ടത്, അതായത് ട്രസ്റ്റിയായിട്ട് ഒരു റീജിയന്റെ ട്രസ്റ്റിയായി സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അത് ക്ലാസ് A ട്രസ്റ്റി ആയാലും ക്ലാസ് B ട്രസ്റ്റി ആയാലും, അവരുടെ സമയലഭ്യത ശ്രദ്ധാപൂർവം വിലയിരുത്തണമെന്ന് കോൺഫറൻസ് അഭ്യർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ലഭ്യമായിരിക്കേണ്ടത് വർഷത്തിൽ 4 തവണ ന്യൂയോർക്കിൽ നടക്കുന്ന, അതൊക്കെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന US കാനഡയുടെ കോൺഫറൻസിനെ പറ്റിയാണ്. അപ്പൊ വർഷത്തിൽ 4 തവണ ന്യൂയോർക്കിൽ നടക്കുന്ന ബോർഡ് മീറ്റിങ്ങുകൾ, ഓരോന്ന് 3 അല്ലെങ്കിൽ 5 ദിവസം യാത്രാ സമയം എടുക്കും. കൂടാതെ ഏപ്രിലിൽ നടക്കുന്ന ഒരാഴ്ച നീളുന്ന കോൺഫറൻസ്, ന്യൂയോർക്കിലാണ് നടക്കുന്നത്, ഒരാഴ്ച നീളുന്ന കോൺഫറൻസ് ആണ്, അതിൽ പങ്കെടുക്കാനുള്ള സമയം വേണം. വർഷം മുഴുവൻ സഹപ്രവർത്തകരുമായും GSO സ്റ്റാഫുമായും തുടർച്ചയായിട്ടുള്ള ആശയവിനിമയം നടത്താനുള്ള സമയമാണ്. കാരണം നമ്മൾ കണ്ടു, കുറെ കമ്മിറ്റികളെ പറ്റി കണ്ടു, ആ കമ്മിറ്റികളെല്ലാം മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങളും ആശയവിനിമയങ്ങളൊക്കെ നടത്തേണ്ടി വരും. GSO സ്റ്റാഫുമായിട്ട്, ജനറൽ സർവീസ് ഓഫീസിന്റെ സ്റ്റാഫുമായിട്ട് തുടർച്ചയായിട്ടുള്ള ആശയവിനിമയം നടത്താനുള്ള സമയം കണ്ടെത്തണം. നിശ്ചിത യോഗങ്ങൾക്കിടയിൽ ആവശ്യമായ മറ്റു വിഷയങ്ങളിൽ പ്രവർത്തിക്കണം. ആവശ്യപ്പെട്ടാൽ റീജിയണൽ ഫോറങ്ങളും പ്രാദേശിക ഇവന്റുകളും പങ്കെടുക്കണം. അതായത് ഓരോ റീജിയനുകളിലും ക്ലാസ് ട്രസ്റ്റി ആയാലും B ട്രസ്റ്റി ആയാലും അവര് ഓരോ പ്രദേശങ്ങളിൽ നടക്കുന്ന AIയുടെ ഇവന്റുകളിൽ പങ്കെടുക്കണം. ആവശ്യമായുള്ളപ്പോൾ കോർപ്പറേറ്റ് ബോർഡുകളിൽ സേവനം നൽകണം. നോൺ ആൽക്കോളിക്സ് ക്ലാസ് A ട്രസ്റ്റിമാർക്കുള്ള പ്രത്യേക അധിക ചുമതലകളും സമയബാധ്യതകളും പിന്നീട് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇത്രയും ജനറൽ ആയിട്ടൊരു A ക്ലാസ് ട്രസ്റ്റിക്കോ B ക്ലാസ് ട്രസ്റ്റിക്കോ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറയാണ്, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ക്ലാസ് A ട്രസ്റ്റിമാർക്കുള്ള പ്രത്യേക അധിക ചുമതലകളും സമയബാധ്യതകളും പിന്നീട് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ജനറൽ സർവീസ് ബോർഡിന്റെ ഒരു ഘടനയെ കുറിച്ചാണ്, കോമ്പോസിഷൻസ്. ഇന്നത്തെ ബോർഡിൽ, the board of trustees today consists of 21 people who bring varying talents and backgrounds to their service responsibilities. There is always a careful balance on the board.
between trustees who are elected primarily to bring regional and AA service experience to the board and those elected primarily for business or other professional backgrounds in seeking applications for all trustees vacancies. The board is committed to creating a large file of qualified applicants that reflects the inclusiveness and diversity of AA itself. The board is divided into two classes. This is outlined in the table below. Class A, 7 non-alcoholics can serve 2 consecutive 3-year terms. Class B, 14 alcoholics can serve 4 consecutive 1-year term. അപ്പൊ ഒരു ഘടനയെ കുറിച്ചാണ്, സർവീസ് ബോർഡിന്റെ ഘടന അല്ലെങ്കിൽ കോമ്പോസിഷനെ കുറിച്ചാണ്. ഇന്നത്തെ ബോർഡിൽ മൊത്തം 21 അംഗങ്ങളാണുള്ളത്. അവർ വിവിധ കഴിവുകളും അനുഭവങ്ങളും കൊണ്ടാണ് സേവനം ചെയ്യുന്നത്. ബോർഡിൽ ഒരു സമതുലിതാവസ്ഥ നിലനിർത്തുന്നു. സമതുലനമാണ്. സേവന അനുഭവമുള്ള ട്രസ്റ്റിമാര്, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പശ്ചാത്തലമുള്ള ട്രസ്റ്റിമാര്, അതായത് ആൽക്കഹോളിക് അനോണിമസിന്റെ സേവനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവമുള്ള ട്രസ്റ്റിമാരും ഈ പല ബിസിനസ്സുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ പശ്ചാത്തലമുള്ള ട്രസ്റ്റിമാരും ഇത് ഫെലോഷിപ്പിന്റെ വൈവിധ്യവും ഉൾക്കൊള്ളലും പ്രതിഫലിപ്പിക്കാൻ സഹായിക്കുന്നു. 2 ക്ലാസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. തുടർച്ചയായി 2-3 വർഷ കാലാവധികൾ 2 കോൺസിക്യൂട്ടീവ് 3-year ടേംസ് വരെ സേവനം ചെയ്യാം. 2 അല്ലെങ്കിൽ 3 വർഷം വരെ സേവനം ചെയ്യാം. ക്ലാസ് എ ട്രസ്റ്റിമാർക്കാണ്. അവരെത്ര പേരാണ്? 7 നോൺ ആൽക്കഹോളിക്സ് ആണ് നമുക്കുള്ളത്. അടുത്തത് അപ്പൊ ബോർഡിലേക്കുള്ളത് 7 നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളും, അടുത്തത് ക്ലാസ് ബി എന്ന് പറയുന്ന ആൽക്കഹോളിക് ആയിട്ടുള്ള അവരെത്ര പേരാണ്? 14 പേര്. അപ്പൊ 7ഉം 14 പേരും. അപ്പൊ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പശ്ചാത്തലമല്ല 7 ട്രസ്റ്റിമാരും, അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിന്റെ സേവനങ്ങളിൽ നല്ല പരിചയമുള്ള 14 ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ക്ലാസ് ബി ട്രസ്റ്റിമാരും. തുടർച്ചയായി 4 ഒരു വർഷ കാലാവധികൾ 4 കോൺസിക്യൂട്ടീവ് 1-year ടേംസ് വരെ സേവനം ചെയ്യാം. അപ്പൊ അവർക്ക് ക്ലാസ് ബിക്ക് 4 വർഷവും മറ്റവർക്ക് 3 വർഷവും സേവനം ചെയ്യാം. നമുക്കറിയാം. അപ്പൊ ടോട്ടല് 14 ക്ലാസ് ബി, 7 ക്ലാസ് എ. 2 കോൺസിക്യൂട്ടീവ് ഇയർക്കാണ് നോൺ ആൽക്കഹോളിക്കിന് ചെയ്യാൻ. 2 കോൺസിക്യൂട്ടീവ് 3-year ടേംസ് ക്യാൻ സെർവ് 4 കോൺസിക്യൂട്ടീവ് 1-year ടേംസ്. അടുത്ത ഭാഗം പറയുന്നത് നോൺ ആൽക്കഹോളിക് ക്ലാസ് എ ട്രസ്റ്റിമാരെ കുറിച്ചാണ്. നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ക്ലാസ് എ ട്രസ്റ്റിമാരെ കുറിച്ച് ഉള്ള വിവരങ്ങളാണ്. There are 7 class A trustees. They are non-alcoholic friends of A, selected primarily for their professional experience, expertise, and familiarities with A and its program of recovery. They are a rich source of wisdom and perspective, and since they need not to maintain anonymity, they are available to appear in public on behalf of A. അപ്പോ നോൺ ആൽക്കഹോളിക് ക്ലാസ് എ ട്രസ്റ്റിമാരെ കുറിച്ചാണ്. ദീസ് ആർ 7 ക്ലാസ് എ ട്രസ്റ്റീസ്. They are non-alcoholics, friends of A, selected primarily for their professional experience, expertise, and familiarities with A and its program of recovery. They are a rich source of wisdom and perspectives, and since they need not to maintain anonymity, they are available to appear in public on behalf of A. അപ്പോൾ നോൺ ആൽക്കഹോളിക് ക്ലാസ് ട്രസ്റ്റിമാർ എന്താണ്? ജനറൽ സർവീസ് ബോർഡിൽ 7 ക്ലാസ് ട്രസ്റ്റിമാരുണ്ട്. അവർ മദ്യപാനികളല്ലാത്ത നോൺ ആൽക്കഹോളിക് ആണ്, 7 സുഹൃത്തുക്കളാണ്. എയും അതിന്റെ റിക്കവറി പ്രോഗ്രാമും സംബന്ധിച്ച അവരുടെ പ്രൊഫഷണൽ അനുഭവം, വൈദഗ്ധ്യം, പരിചയം എന്നിവയെ അടിസ്ഥാനമാക്കി ഇവരെ പ്രധാനമായും തെരഞ്ഞെടുക്കുകയാണ്. അവർ ജ്ഞാനവും വിശാലമായ കാഴ്ചപ്പാട് നൽകുന്ന ഒരു പ്രധാന ഉറവിടമാണ്. ഇവർക്ക് അനോണിമിറ്റി പാലിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ എയെ പ്രതിനിധീകരിച്ച് പൊതുവേദികളിൽ സംസാരിക്കാനും പ്രത്യക്ഷപ്പെടാനും കഴിയും. അപ്പോ
ഇവർ ജ്ഞാനവും വിശാലമായ കാഴ്ചപ്പാട് നൽകുന്ന ഒരു പ്രധാന ഉറവിടമാണ് ഈ പറയുന്ന എയുടെ സുഹൃത്തുക്കള്. അവർക്ക് അനോണിമിറ്റി പാലിക്കേണ്ട ആവശ്യമില്ല. എയെ പ്രതിനിധീകരിച്ച് പൊതുവേദികൾ സംസാരിക്കാനും പ്രത്യക്ഷപ്പെടാനും കഴിയും. In 1951, the first year of the General Service Conference, the board consisted of 8 Class A trustees and 7 Class B trustees, mostly lived in the New York City area. Two major changes in board compositions have taken place over the years. The first was in 1962, when because of the fellowship growth, it was necessary to broaden the base of trusteeship to bring in AAs who had service experience in different areas of the US and Canada. At that time, the board was increased in size to make room for several AA trustees from states and provinces away from New York City. There had always been a majority of one of non-alcoholics on the board. By the mid-1960s, however, AA had also Class address is on class post lived in the New York City area. The major changes in board composition has taken place over the years. The first was in 1962, when because of the fellowship's growth, it was necessary to broaden the base of trusteeship to bring in AAs who had service experience in different areas of the US and Canada. At that time, the board was increased as a size of to make room for several AA trustees from states and provinces away from New York City. There had always been a majority of one of non-alcoholics on the board. By the mid-1960s, however, AA had a solid experience in running its own affairs and had developed a practical method for beginning trustees from a distance. So the fellowship took a second major step in 1966 and reorganized its board into the current configuration of 7 non-alcoholics and 14 alcoholic members. അപ്പൊ അതിന്റെ ഒരു ചരിത്രമായിട്ടുള്ള പശ്ചാത്തലമാണ് ഇപ്പൊ പറയുന്നത്. 1951 ആദ്യത്തെ ജനറൽ സർവീസ് കോൺഫറൻസ് വർഷത്തിൽ ബോർഡിൽ 8 ക്ലാസ് എ ട്രസ്റ്റിമാരും 7 ക്ലാസ് ബി ട്രസ്റ്റിമാരും ഉണ്ടായിരുന്നു. അന്ന് അധികം അംഗങ്ങളും ന്യൂയോർക്ക് സിറ്റി പ്രദേശത്തുള്ളവരായിരുന്നു. കാലക്രമേണ ബോർഡിന്റെ ഘടനയിൽ 2 പ്രധാന മാറ്റങ്ങൾ ഉണ്ടായി. 1962 ആയപ്പോഴത്തേക്കും എയുടെ വളർച്ചയെ തുടർന്ന് US-ഉം കാനഡയും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അനുഭവമുള്ള എ ട്രസ്റ്റിമാരെ ഉൾപ്പെടുത്താൻ ബോർഡ് വിപുലീകരിച്ചു. അന്ന് ബോർഡിൽ നോൺ ആൽക്കോളിക് മെജോറിറ്റി ഒരാളുടെ ഭൂരിപക്ഷം നിലനിന്നിരുന്നു. അന്ന് ബോർഡിൽ നോൺ ആൽക്കോഹോളിക് മെജോറിറ്റി ഒരാളുടെ ഭൂരിപക്ഷം നിലനിരുന്നു. ബോർഡിൽ ഒരാള് നോൺ ആൽക്കോഹോളിക് ആയിട്ടുള്ള ആളുകൾ കൂടുതലായിരുന്നു. 1966 ആയപ്പോഴത്തേക്കും ബോർഡ് പുനഃസംഘടിപ്പിച്ച ഇന്നത്തെ ഘടനയായ 7 നോൺ ആൽക്കഹോളിക്കുകളും 14 ആൽക്കഹോളിക്കുകളും 7 നോൺ ആൽക്കഹോളിക് എന്ന് പറഞ്ഞ ക്ലാസ് എ ട്രസ്റ്റിമാരും 14 ആൽക്കഹോളിക് ആയിട്ടുള്ള ക്ലാസ് ബി ട്രസ്റ്റിമാരുമായി രൂപപ്പെടുത്തി. അടുത്തത് ക്വാളിഫിക്കേഷൻസ് ആണ്. ഇൻ സീക്കിംഗ് കാൻഡിഡേറ്റ്സ് ഫോർ ക്ലാസ് എ ട്രസ്റ്റീസ്, ദ ബോർഡ് ലുക്സ് ഫോർ പീപ്പിൾ ഹു ഹാവ് എ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഇൻ ദയർ ഓൺ ഫീൽഡ്സ്, എ ഡെമോൺസ്ട്രേറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ആൽക്കഹോളിക്സ് അനോണിമസ്, എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് വിത്ത് AA and its members, leadership skills, time to fulfill trustee duties and responsibilities. Term of service. Class A trustees serve 2 consecutive 3-year terms. The chair of the General Service Board may recommend to the trustees that a Class A member trustees be permitted to serve for a third successive 3-year term. In order to provide the board with a sufficient degree of flexibility, the trustees can permit this. See Appendix 0, Bylaws of the General Service Board. And pool of candidates. Board members make an effort to choose Class A trustees from a variety of professional backgrounds, and the board has includes doctors, lawyers, clergy, sociologists, business people, and financial experts among its members, whatever the candidates' backgrounds. The bylaws make one key provisions for non-alcoholic trustees. They shall be persons who are not and have not been affected by the disease of alcoholism, and who express a profound faith in the recovery program upon which he fellowship of Alcoholics Anonymous is founded. യോഗ്യതകളെ കുറിച്ച് ക്വാളിഫിക്കേഷൻസ്. ക്ലാസ് എ ട്രസ്റ്റിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ ബോർഡ് ശ്രദ്ധിക്കുന്നത് അവരുടെ പ്രൊഫഷണൽ മേഖലയിലെ തെളിയിച്ച കഴിവുകളെ കുറിച്ചാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനോടുള്ള യഥാർത്ഥ താല്പര്യം ഉണ്ടാകുന്നവരായിരിക്കണം. എയും അതിന്റെ അംഗങ്ങളുമായി പ്രവർത്തിച്ച അനുഭവം ഉണ്ടാകണം. എയും അതിന്റെ അംഗങ്ങളുമായി പ്രവർത്തിച്ച നേതൃത്വത്തിനൊരു കഴിവുകൾ ഉണ്ടാകണം. ട്രസ്റ്റി ചുമതല നിർവഹിക്കാൻ
ട്രസ്റ്റിയുടെ ചുമതലകൾ നിർവഹിക്കാനുള്ള സമയങ്ങൾ ഉണ്ടാവണം. അധിക സമയങ്ങൾ ആവശ്യമുള്ളതാണ് ട്രസ്റ്റിഷിപ്പ്. അപ്പൊ അതിനുള്ള സമയമുള്ള ആളായിരിക്കണം. അടുത്തത് പറയുന്നത് സേവന കാലാവധിയെ കുറിച്ചാണ്, ടേംസ് ഓഫ് സർവീസ്. അപ്പോൾ അതിന് ക്ലാസ് എ ട്രസ്റ്റിമാർക്ക് സാധാരണയായി തുടർച്ചയായി 2-3 വർഷ കാലാവധികൾ സേവനം ചെയ്യാം. അതായത് രണ്ട് തവണയായിട്ട് 3 വർഷങ്ങൾ വീതം 3 വർഷം വീതമുള്ള 2 പ്രാവശ്യം അവർക്ക് കാലാവധികൾ ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ ജനറൽ സർവീസ് ബോർഡ് ചെയർപേഴ്സൺ ശുപാർശ ചെയ്താൽ ഒരു ക്ലാസ് എ ട്രസ്റ്റിക്ക് മൂന്നാമത്തെ 3 വർഷ കാലാവധിയും അനുവദിക്കാം. ആദ്യത്തെ 3 വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ 3 വർഷം കഴിഞ്ഞു, പിന്നെ മൂന്നാമത്തെ 3 വർഷം ചെയ്യണമെങ്കിൽ അത് ജനറൽ സർവീസ് ബോർഡ് ചെയർപേഴ്സൺ ശുപാർശ ചെയ്താൽ അനുവദിക്കാം. ഇത് ബോർഡിന്റെ അനുമതിയോട് മാത്രമേ നടക്കൂ. പിന്നെ pool of candidates. Board members make an effort to choose class A trustees from a variety of professional backgrounds, and the board has included doctors, lawyers, clergy, sociologists, business people, and financial experts among its members. Whatever the candidates' backgrounds, the bylaws make one key provision for non-alcoholic trustees. There shall be persons who are not and have not been affected by the disease of alcoholism and who express a profound faith in the recovery program upon which the fellowship of Alcoholism is founded. ഇപ്പൊ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ പൂൾ ഓഫ് കാൻഡിഡേറ്റിന്റെ പശ്ചാത്തലമാണ് ബോർഡ് വിവിധ പ്രൊഫഷണൽ മേഖലകളിൽ നിന്നുള്ള ക്ലാസ് എ ട്രസ്റ്റിമാരെ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. മുൻകാലങ്ങളിൽ, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ നോക്കിക്കൊണ്ടുള്ള ക്ലാസ് എ ട്രസ്റ്റിമാരെയാണ് ബോർഡ് തെരഞ്ഞെടുക്കാൻ നോക്കുന്നത്. മുൻകാലങ്ങളിൽ ഇവരിൽ പ്രധാനപ്പെട്ടവർ ബോർഡിൽ ഉൾപ്പെട്ടിരുന്നവര് ഡോക്ടർമാരായിരുന്നു, അഭിഭാഷകരായിരുന്നു, ചിലർ പുരോഹിതരായിരുന്നു, സോഷ്യോളജിസ്റ്റുകളായിരുന്നു, ബിസിനസ് വിദഗ്ധരായിരുന്നു, ഫിനാൻസ് വിദഗ്ധരായിരുന്നു. അപ്പോ പ്രധാന വ്യവസ്ഥ എന്താണ്? മദ്യാസക്തി ഇല്ലാത്തവരും മുൻപ് മദ്യാസക്തി ഉണ്ടായിരുന്നിട്ടില്ലാത്തവരുമായിരിക്കണം. ആൽക്കഹോളിസം അനോണിമസിന്റെ റിക്കവറി പ്രോഗ്രാമിൽ ആഴത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ക്ലാസ് എ ട്രസ്റ്റിമാർക്ക് നമ്മുടെ ആൽക്കഹോളിസം പ്രോഗ്രാമിൽ വിശ്വാസമുള്ള ഡോക്ടർമാര്, പിന്നെ അഭിഭാഷകര്, പുരോഹിതര്, സോഷ്യോളജിസ്റ്റുകൾ, ബിസിനസ് വിദഗ്ധര്, ഫിനാൻസ് വിദഗ്ധരാണ് നമ്മുടെ ക്ലാസ് എ ട്രസ്റ്റിമാരായി മാറാറുള്ളത്. അടുത്തത് നോമിനേഷൻ പ്രൊസീജിയർ ആണ്. The nomination procedure. The General Service Board nominates class A trustees after an extensive search and interview process that begins by asking current and past members of the board, directors, delegates, and AAWs and grade staff to submit names and background information for individuals whose experience reflects both professional expertise and familiarities with the AA and its organization. The list of possible candidates is narrowed down by the trustees nominating committee, and the remaining prospects are invited to quarterly trustees meetings to meet all members of the board. The nominating committee then recommends the election of one person for each vacancy to the General Service Board, and after approval by the board, the candidate is included on the slate which is presented to the conference for disapproval. Disapproval if any. അപ്പോ നോമിനേഷൻ പ്രൊസീജിയറെ കുറിച്ചാണ്. ജനറൽ സർവീസ് ബോർഡ് അല്ലെങ്കിൽ ജനറൽ സർവീസ് ബോർഡ് ക്ലാസ് എ ട്രസ്റ്റിമാരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഒരു വിപുലമായ തെരച്ചിലൂടെയും അഭിമുഖങ്ങളുടെയും ഇന്റർവ്യൂ പ്രക്രിയയും കഴിഞ്ഞാണ്. ഈ പ്രക്രിയ ആരംഭിക്കുന്നത് നിലവിലെ മുൻകാല ബോർഡ് അംഗങ്ങളും ഡയറക്ടർമാരും ഡെലിഗേറ്റുകളും AA വേൾഡ് സർവീസിന്റെയും ഗ്രേപ്പ് പോയിന്റ് സ്റ്റാഫും ഉൾപ്പെടെയുള്ള ആളുകളോട് പ്രൊഫഷണൽ പരിചയവും പരിചയവുമുള്ള വ്യക്തികളുടെ പേരുകളും പശ്ചാത്തല വിവരങ്ങളും നൽകാൻ അഭ്യർത്ഥിക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ട്രസ്റ്റിമാരുടെ നോമിനേറ്റിംഗ് കമ്മിറ്റി ചുരുക്കുന്നു. ശേഷിക്കുന്നവരെ ബോർഡിന്റെ മുഴുവൻ അംഗങ്ങളെയും കാണുന്നതിനായി ഒരു ത്രൈമാസ ട്രസ്റ്റി മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് നോമിനേറ്റിംഗ് കമ്മിറ്റി ഓരോ ഒഴിവിനും ഒരാൾ വീതം തിരഞ്ഞെടുക്കാൻ ശുപാർശ ചെയ്യുന്നു. ബോർഡ് അത് അംഗീകരിച്ച ശേഷം ആ പേര് ഒരു സ്ലേറ്റായി കോൺഫറൻസിന് സമർപ്പിക്കുന്നു. കോൺഫറൻസ് അംഗങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ മാത്രമേ ഡിസപ്രൂവൽ ആയിട്ട് അത് പരിഗണിക്കും. കോൺഫറൻസ് അംഗങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ അവരെ പരിഗണിക്കുകയും ചെയ്യും. Alcoholic Class B trustees number. There are 14 alcoholic Class B trustees in addition to the 7 Class A trustees. 3 categories of alcoholic Class B trustees. Class B trustees fall
into three categories which exist aid in the board. Their specific duties and responsibilities differ somewhat. The three categories are intended to ensure that the board has access to a wide range of viewpoints. The table below summarizes the three categories. Alcoholic Class B trustees, 8 regional trustees, 4 general service trustees, 2 trustees at large. 8 regional trustees, 6 from US, 2 from Canada, 4 successive 1-year terms. 4 general service trustees, 2 from AAWs, 2 from Grey Point, 4 are successive 1-year terms. 2 trustees at large, 1 from US, 1 from Canada, 4 successive 1-year terms. അപ്പം എണ്ണമാണ് അടുത്തത് നമ്പർ. ക്ലാസ് എ ട്രസ്റ്റിമാർക്ക് പുറമെ 14 ആൽക്കോളിക് ക്ലാസ് ബി ട്രസ്റ്റിമാരുണ്ട്. ക്ലാസ് ബി ട്രസ്റ്റിമാരുടെ 3 വിഭാഗങ്ങൾ, ക്ലാസ് ബി ട്രസ്റ്റിമാർ 3 വിഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഇത് ബോർഡിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ലഭ്യമാക്കുന്നതാണ്. റീജിയണൽ ട്രസ്റ്റീസ്, പ്രാദേശിക ട്രസ്റ്റിമാരായിട്ട് 8 പേരുണ്ടാവും. US-ൽ നിന്ന് 6 പേരും കാനഡയിൽ നിന്ന് 2 പേരുമായിട്ടാണ് ആ ട്രസ്റ്റിമാരെ തെരഞ്ഞെടുക്കുന്നത്. സേവന കാലാവധി തുടർച്ചയായി 1 വർഷ കാലാവധികൾ. അപ്പൊ 4 വർഷം വരെ ഒരു പ്രാവശ്യം 2 ജനറൽ സർവീസ് ട്രസ്റ്റിമാരാണ്. അവര് 4 പേരാണ് ജനറൽ സർവീസിലെ ട്രസ്റ്റിമാരാണ്. അത് വേൾഡ് സർവീസിൽ നിന്ന് 2 പേരും ഗ്രേപ്പുകളിൽ നിന്ന് 2 പേരായിട്ടാണ് 4 പേരെ ജനറൽ സർവീസ് ട്രസ്റ്റി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. സേവന കാലാവധി തുടർച്ചയായി 1 വർഷ കാലാവധികൾ. 4 വർഷം തുടർച്ചയായി അവർക്ക് ജോലി ചെയ്യാം. അടുത്തത് ട്രസ്റ്റീസ് അറ്റ് ലാർജ്, 2 പേരാണ്. US-ൽ നിന്ന് 1 പേര്, ഒരാള് കാനഡയിൽ നിന്ന് ഒരാള്. സേവന കാലാവധി തുടർച്ചയായി 4 1 വർഷ കാലാവധികൾ. 4 വർഷം അവർക്ക് ജോലി ചെയ്യാം. അടുത്തത് റീജിയണൽ ട്രസ്റ്റിമാരെ കുറിച്ചാണ്. റീസൺ ഫോർ റീജിയണൽ ട്രസ്റ്റീസ്. These trustees are selected for their service experience and familiarity with the AA principles. While no trustees can be said to represent a geographical section, all trustees represent only the fellowship as a whole. Regional trustees bring to the board's discussions a regional AA point of view and experience that is individual. Valuable qualifications here, the conference feels that then years of continuous sobriety is right for regional trustees, through it is not mandatory. Having leadership experience enable a member to deal with AA growth and affairs with grace and a minimum of friction. Good leaders can bring to the board the quality of resolutiveness and the courage of their convictions, along with the good judgment, objectively, and the willingness to stand up and express themselves. Such candidates are typically well suited to represent the board and interpret its action back home. While a background with business or other professional experience is helpful, the board is also interested in other strengthened regional trustees can bring. Duties and responsibility. In addition to the duties listed of all trustees near the beginning of the 2 years, normally in their second or third year of service as trustees. There are 8 regional trustees on the board, 6 from the United States and 2 from the Canada. Each regional trustee serves 4 successive 1-year terms. Opening for new regional trustees. The timing of an opening on the board for a regional trustees follows a precious calendar that set over a decade out. The current schedule of elections reflecting when terms for current trustees aspirants are shown here. Delegates and area officers in region scheduled to select a regional trustee candidate will be informed by GSO in a mailing GSO notifying all AA groups in the region of the opening in on issue of the newsletter box 4.9. റീജിയണൽ ട്രസ്റ്റീസിന്റെ കാരണം എന്താണ് അവർക്ക് റീസൺ? ഈ ട്രസ്റ്റിമാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് അവരുടെ സേവനാനുഭവവും AA പ്രിൻസിപ്പിളുകളെ കുറിച്ചുള്ള പരിചയവും അടിസ്ഥാനമാക്കിയാണ്. ഏത് ട്രസ്റ്റി ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയാനാവില്ല. എല്ലാ ട്രസ്റ്റിമാരും ഫെലോഷിപ്പിന്റെ മുഴുവൻ ഭാഗത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. എങ്കിലും റീജിയണൽ ട്രസ്റ്റി ബോർഡ് ചർച്ചകളിലേക്ക് ഓരോ പ്രദേശത്തിന്റെയും AA അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും കൊണ്ടുവരുന്നു. ഇത് ബോർഡിന് വളരെ പ്രധാനപ്പെട്ടതാണ്. യോഗ്യതകൾ, ക്വാളിഫിക്കേഷൻസ്. അവരുടെ ക്വാളിഫിക്കേഷൻസ് സാധാരണയായി 10 വർഷം തുടർച്ചയായി സോബറിറ്റി ഉള്ളത് ഉചിതമായി കണക്കാക്കുന്നു. എന്നാൽ അതൊരു നിർബന്ധമല്ല. നേതൃത്വപരമായ അനുഭവങ്ങളും വളർച്ചയും പ്രവർത്തനങ്ങളും സൗമ്യമായതും
കുറഞ്ഞ സംഘർഷാവത്തോടെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവുകളും അവരെ സഹായിക്കുന്നുണ്ട്. നല്ല നേതാക്കൾ ബോർഡിലേക്ക് കൊണ്ടുവരുന്നത് ഉറച്ച നിലപാട്, റെസൊല്യൂഷനസ്, സ്വന്തം വിശ്വാസങ്ങളിൽ ധൈര്യം, നല്ല വിധി നിർണയം, ജഡ്ജ്മെന്റ്, ഒബ്ജക്ടിവിറ്റി, അഭിപ്രായം തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പ്, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പശ്ചാത്തലം സഹായകരമാണെങ്കിലും മറ്റു കഴിവുകളും പരിഗണിക്കപ്പെടുന്നു. ചുമതലകളും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളും എല്ലാ ട്രസ്റ്റിമാർക്കുമുള്ള പൊതു ചുമതലകൾക്ക് പുറമെ റീജിയണൽ ട്രസ്റ്റീസ് AAWS ഇൻക്, AA വേൾഡ് സർവീസ് ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ AA ഗ്രേപ്പ്വൈൻ ഇൻകോർപ്പറേറ്റഡ് എന്ന കോർപ്പറേറ്റ് ബോർഡുകളിൽ 2 വർഷം ഡയറക്ടറായി സേവനം ചെയ്യുന്നു. സാധാരണയായി അവരുടെ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാം വർഷത്തിലാണ് അവര് ഇതിന്റെ ബോർഡിൽ ഡയറക്ടറായിട്ട് സേവനം ചെയ്യാറ്. നമ്പർ, മൊത്തം 8 റീജിയണൽ ട്രസ്റ്റിമാരുണ്ട്. US-ൽ നിന്ന് 6 പേരും കാനഡയിൽ നിന്ന് 2 പേരും. അവരുടെ സേവന കാലാവധി ഓരോ റീജിയണൽ ട്രസ്റ്റിയും 4 തുടർച്ചയായ 1 വർഷ കാലാവധികളാണ് സേവനം ചെയ്യുന്നത്. പുതിയ റീജിയണൽ ട്രസ്റ്റിമാരുടെ തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ പ്രോസസ്സ്. ഓരോ റീജിയണൽ ട്രസ്റ്റീസ് ഒഴിവുണ്ടാകുന്ന സമയം വളരെ കൃത്യമായ ഒരു ദീർഘകാല ഷെഡ്യൂളായി പിന്തുടരുന്നു. ഏകദേശം 10 വർഷം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പൊ അടുത്ത ഒരു റീജിയണൽ ട്രസ്റ്റിയുടെ ഒഴിവ് വരുമ്പോൾ 10 വർഷം മുമ്പ് വരെ പ്ലാൻ ചെയ്തിരിക്കുന്നു. നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് വർഷങ്ങൾ നിശ്ചയിക്കുന്നു. GSO മെയ് മാസത്തിൽ ഡെലിഗേറ്റുകൾക്കും പ്രാദേശിക ഓഫീസർമാർക്കും അറിയിപ്പ് നൽകുന്നു. കൂടാതെ ബോക്സ് 459 ന്യൂസ് ലെറ്റർ വഴി ആ പ്രദേശത്തിലെ എല്ലാ AA ഗ്രൂപ്പുകൾക്കും അറിയിപ്പ് നൽകുന്നു. പ്രദേശങ്ങൾ അല്ലെങ്കിൽ റീജിയൻസ് ആൻഡ് ഇലക്ഷൻസ് ഇയേഴ്സ് സംക്ഷിപ്തമായി പറയാം. അതായത് ഏതൊക്കെയാണ് റീജിയൻസ്? 1 റീജിയൻ നോർത്തേൺ US, വെസ്റ്റേൺ കാനഡ, സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റേൺ കാനഡ, സൗത്ത് വെസ്റ്റ്, വെസ്റ്റ് സെൻട്രൽ കാനഡ, ഈസ്റ്റ് സെൻട്രൽ കാനഡ, പസഫിക്. ഓരോ മേഖലയിലും വ്യത്യസ്ത വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതായത് 2021 മുതൽ 2036 വരെ വ്യത്യസ്ത ചക്രങ്ങളിൽ. അപ്പൊ അടുത്ത ഭാഗം പറയുന്നത് നാമനിർദ്ദേശങ്ങളുടെ ഉറവിടം എന്നാണ്. സോഴ്സ് ഓഫ് നോമിനേഷൻസ്. ബോർഡിലേക്ക് റീജിയണൽ ട്രസ്റ്റിമാരെ നാമനിർദ്ദേശം ചെയ്യുന്നത് പ്രദേശങ്ങളാണ്. ഓരോ ഏരിയകളാണ് ബോർഡിലേക്ക് റീജിയണൽ ട്രസ്റ്റിമാരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഓരോ ഏരിയകളാണ്. ഓരോ പ്രദേശവും ഒരു റീജിയണൽ ട്രസ്റ്റ് സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാം. ചിലപ്പോൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രദേശങ്ങൾ ചേർന്ന ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാനും കഴിയും. തെരഞ്ഞെടുപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജനസർവീസ് ബോർഡിന്റെ ബൈലോകൾ കൂടാതെ ട്രസ്റ്റ് സ്ഥാനത്തിനുള്ള യോഗ്യതകളും ചുമതലകളും സൂക്ഷ്മമായി പഠിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. സെലക്ടിംഗ് എ നോമിനി. Selecting a nominee. Source of nominations. The area nominee. Nominate regional trustees for the board. Each area may nominate a regional trustees candidate, and in some cases 2 or more areas acting together may put forward a candidate. It is suggested that the bylaws of the General Service Board, along with the qualification and responsibility recorded to fill the trustees position, be careful reviewed before a selection is made. Selecting a nominee. To select a nominee, areas typically invite members of their assemblies to indicate interest in standing for the position. Many ask them to provide a service history to help their assemblies in the selection process. When the areas go to vote to the candidate, most areas rely on the third legacy procedure. See Appendix G. അപ്പോൾ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ് സെലക്ടിംഗ് എ നോമിനി. സ്ഥാനത്തിനായുള്ള താല്പര്യമുള്ള അംഗങ്ങളെ പ്രാദേശിക അസംബ്ലികളിലേക്ക് ക്ഷണിക്കുന്നു. പലപ്പോഴും അവർക്ക് അവരുടെ സേവന ചരിത്രം, സർവീസ് ഹിസ്റ്ററി നൽകാൻ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് സഹായകരമാകാൻ വേണ്ടിയാണത്. വോട്ടെടുപ്പിൽ പോകുമ്പോൾ ഭൂരിഭാഗം പ്രദേശങ്ങളും തേർഡ് ലെഗസി പ്രൊസീജിയർ അപ്പൻഡിക്സ് G ആണ് ഉപയോഗിക്കുന്നത്. സബ്മിറ്റിംഗ് നോമിനീസ് ഫോർ ദി ബോർഡ്. നോട്ടിഫൈങ് GSO the nominees signed resume covering professional, business and AA service qualifications with name and address must be forwarded to GSO by the area delegate only. Late submission policy. Any resumes received after the January 1 deadline will be returned by the GSO to the delegate and will not be considered. If an area nominee withdraws after the deadline, the area may not submit another. Selection process. The trustees nominating committee review all nominees for eligibility in advance of the conference. At the conference, a nominating section is held to select one regional trustees nominee from the submissions. The session is co-chaired by the chairs of the trustees nominating committee and the conference committee on trustees. It meets on a roped off
section and can be observed by all conference members. Voting members of the nominating sections are delegates from the region, an equal number of voters on one half from the conference committee on trustees and one half from the trustees nominating committee. That sessions follows the third legacy procedure. അപ്പോൾ നാമനിർദ്ദേശം GSOയിലേക്ക് സമർപ്പിക്കുന്നത് നോട്ടിഫൈങ് ബൈ GSO അറിയിപ്പ് അല്ലെങ്കിൽ അറിയിപ്പ് GSOയിൽ നിന്നാണ് ആദ്യം കിട്ടുന്നത്. നാമനിർദ്ദേശം ലഭിക്കുന്ന വ്യക്തിയുടെ ഒപ്പിട്ട റെസ്യൂം ജീവിത വിവരങ്ങളെ കുറിച്ച് GSOയിലേക്ക് അയക്കണം. ഇതിൽ പ്രൊഫഷണൽ, ബിസിനസ്, സേവന പരിചയങ്ങൾ ഉൾപ്പെടണം. പേര്, വിലാസം എന്നിവ സഹിതം ഇത് മാത്രം ഏരിയ ഡെലിഗേറ്റ് ആണ് അയക്കേണ്ടത്. വൈകിയ സമർപ്പണം, ലേറ്റ് സബ്മിഷൻ പോളിസി. ജനുവരി 1 അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന റെസ്യൂമുകൾ GSO തിരിച്ചയക്കും. അവ പരിഗണിക്കപ്പെടുകയില്ല. ഒരു സ്ഥാനാർത്ഥി പിന്മാറിയാൽ പോലും പുതിയ നാമനിർദ്ദേശം പിന്നീട് സമർപ്പിക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ, സെലക്ഷൻ പ്രോസസ്. ട്രസ്റ്റി നോമിനേറ്റിംഗ് കമ്മിറ്റി എല്ലാ സ്ഥാനാർത്ഥികളെയും മുൻകൂട്ടി പരിശോധിക്കുന്നു. കോൺഫറൻസിൽ ഒരു പ്രത്യേക നോമിനേറ്റിംഗ് സെക്ഷൻ നടക്കുന്നു. അവിടെ ഒരു റീജിയണൽ ട്രസ്റ്റി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നു. ഈ സെക്ഷൻ ട്രസ്റ്റീസ് നോമിനേറ്റിംഗ് കമ്മിറ്റി ചെയറും കോൺഫറൻസ് കമ്മിറ്റി ഓൺ ട്രസ്റ്റീസ് ചെയറും ചേർന്ന് സഹ അധ്യക്ഷത വഹിക്കുന്നു. അതായത് നോമിനേറ്റിംഗ് കമ്മിറ്റിയുടെ ആളുകൾ അവർ ചെയർ വഹിക്കും. കോൺഫറൻസ് കമ്മിറ്റിയിലെ ട്രസ്റ്റീസ് ചെയർ ചേർന്ന് സഹ അധ്യക്ഷത വഹിക്കും. ഇതൊരു പ്രത്യേക റോപ്ഡ് ഓഫ് ഭാഗത്ത് നടക്കുന്നു. പക്ഷെ എല്ലാ കോൺഫറൻസ് അംഗങ്ങൾക്കും ഇത് നിരീക്ഷിക്കാനാവും. വോട്ടിംഗ് അംഗങ്ങൾ ആരൊക്കെയാണ്? പകുതി കോൺഫറൻസ് അതാത് പ്രദേശത്തിലെ ഡെലിഗേറ്റുകൾ, അതുപോലെ തന്നെ സമാന എണ്ണ അംഗങ്ങൾ. പകുതി കോൺഫറൻസ് കമ്മിറ്റി ഓൺ ട്രസ്റ്റീസിൽ നിന്നും പകുതി ട്രസ്റ്റീസ് നോമിനേറ്റിംഗ് കമ്മിറ്റിയിൽ നിന്നുമാണ്. കോൺഫറൻസിൽ പങ്കെടുക്കുന്ന കമ്മിറ്റി ഓൺ ട്രസ്റ്റീസിൽ നിന്നും പകുതി ട്രസ്റ്റീസ് നോമിനേറ്റിംഗ് കമ്മിറ്റിയിൽ നിന്നുമാണ്. ഈ പ്രക്രിയ തേർഡ് ലെഗസി പ്രൊസീജിയർ അനുസരിച്ചാണ് നടക്കുന്നത്. അടുത്തത് ജനറൽ സർവീസ് ട്രസ്റ്റീസിനെ കുറിച്ചാണ്. അതിന്റെ general service trustees. Reason for general service trustees. General service trustees are AA members who serve on the respective board of AWS and Grapevine. They are available at any time for the solutions of problem on which GSO or Grapevine staff members need help. Traditionally, they have been selected for their business or professional backgrounds in order to provide the boards with particular expertise that may be needed or requested by each of the corporate boards. ജനറൽ സർവീസ് ട്രസ്റ്റീസിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺ എന്താണ് അവർ തെരഞ്ഞെടുക്കാനുള്ള കാരണം? ജനറൽ സർവീസ് ട്രസ്റ്റീസ് AWSന്റെ അല്ലെങ്കിൽ AA വേൾഡ് സർവീസിന്റെയും ഗ്രേപ്വൈൻ ബോർഡുകളെയും സേവിക്കുന്ന AA അംഗങ്ങളാണ്. GSO അല്ലെങ്കിൽ ഗ്രേപ്വൈൻ സ്റ്റാഫിന് സഹായം ആവശ്യമായ പ്രശ്നങ്ങളിൽ ഇവിടെ എപ്പോഴും സഹായത്തിനായി ലഭ്യരാണ്. സാധാരണയായി ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പരിചയമുള്ളവരാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. കാരണം കോർപ്പറേറ്റ് ബോർഡുകൾക്ക് പ്രത്യേക വൈദഗ്ധ്യത ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഉള്ളവരെയാണ് ജനറൽ സർവീസ് ട്രസ്റ്റീമാരായിട്ട് തെരഞ്ഞെടുക്കുന്നത്. യോഗ്യതകളെ കുറിച്ചാണ്. ക്വാളിഫിക്കേഷൻസ് ഫോർ ജനറൽ സർവീസ് ട്രസ്റ്റീസ്. The conference has suggested 7 years of continuous sobriety, although this is not mandatory. Leadership skills and experience. See qualification under regional trustees section for further discussion of this. General service trustees deal with the business affairs of the two corporate boards, so a background in business or other professional experience has been found to be essential. Many general service trustees have experience in publishing technology, public relations, finance, administrations or other similar fields. യോഗ്യതകളെ കുറിച്ചാണ്. ക്വാളിഫിക്കേഷൻ. സാധാരണ 7 വർഷം തുടർച്ചയായി സോബറിറ്റി ശുപാർശ ചെയ്യപ്പെടുന്നു. എന്നാൽ അത് നിർബന്ധമല്ല. നേതൃത്വത്തിനുള്ള കഴിവും അനുഭവവും അതിനാണ് അത്യാവശ്യമാണ്. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പശ്ചാത്തലം അത്യാവശ്യമാണ്. പല ട്രസ്റ്റിമാർക്കും അനുഭവമുള്ള മേഖലകൾ അല്ലെങ്കിൽ പ്രസാധനം അല്ലെങ്കിൽ പബ്ലിഷിംഗ് അതിനകത്ത് അനുഭവം ഉണ്ടാകണം. ടെക്നോളജിയിൽ ഒരു അനുഭവം ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് റിലേഷൻസിൽ ഒരു അനുഭവങ്ങൾ ഉണ്ടാവണം. ഫിനാൻസിൽ അനുഭവങ്ങൾ ഉണ്ടാകണം. അഡ്മിനിസ്ട്രേഷനിൽ അനുഭവങ്ങൾ ഉണ്ടാവണം. ഇവരെയൊക്കെയാണ് സാധാരണയായി നമ്മൾ തെരഞ്ഞെടുക്കാറുള്ളത്. ട്രസ്റ്റീസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. പ്രധാനപ്പെട്ട ചുമതലകളും ട്രസ്റ്റീസിന്റെ ലാർജില് ചുമതലകളും യോഗ്യതകളും. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. In addition to the responsibility of every trustees obtained above, general service trustees must be available for all meetings of their respective boards, 8 or more each year, and for consultations with the GSO or Grapevine staff members at any time. പ്രധാന ചുമതല അല്ലെങ്കിൽ ചുമതലകളും യോഗ്യതകളും. ജനറൽ സർവീസ് ട്രസ്റ്റിമാരുടെ ചുമതലകൾ.
എല്ലാ ട്രസ്റ്റിമാർക്കും പൊതുവായി ബാധകമായ ചുമതലകൾക്ക് പുറമെ ജനറൽ സർവീസ് ട്രസ്റ്റിമാർക്ക് തങ്ങളുടെ ബോർഡുകളുമായി എല്ലാ യോഗങ്ങളിലും വർഷത്തിൽ 8 അല്ലെങ്കിൽ അതിലധികം പങ്കെടുക്കാൻ ലഭ്യരായിരിക്കണം. ഏത് സമയത്തും GSO ജനറൽ സർവീസ് ഓഫീസ് അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ സ്റ്റാഫുമായി ആലോചിക്കാൻ തയ്യാറായിരിക്കണം. നമ്പർ there are 4 general service trustees, 2 from the AA World Service Board and 2 from the ഗ്രേപ്പ് വൈൻ ബോർഡ്. അപ്പോ ആകെ 4 ജനറൽ സർവീസ് ട്രസ്റ്റിമാരാണുള്ളത്. 2 പേര് AA വേൾഡ് സർവീസ് ബോർഡിൽ നിന്നും 2 പേര് AA ഗ്രേപ്പ് വൈൻ ബോർഡിൽ നിന്നുമാണ്. സേവന കാലാവധി ടേംസ് ഓഫ് സർവീസ് ജനറൽ സർവീസ് ട്രസ്റ്റിൽ സർവീസ് അപ് ടു 4 സക്സസീവ് 1 year ടേംസ്. സേവന കാലാവധി പരമാവധി 4 തുടർച്ചയായ ഒരു വർഷ കാലാവധികൾ സേവനം അനുഷ്ഠിക്കാം. പരമാവധി 4 തുടർച്ചയായ ഒരു വർഷ കാലാവധികൾ അവർക്ക് സേവനം അനുഷ്ഠിക്കാം. സ്ഥാനാർത്ഥികളെ തിരിച്ചറിയൽ അല്ലെങ്കിൽ ഐഡന്റിഫൈങ് പോസിബിൾ കാൻഡിഡേറ്റ്. ടേംസ് ഓഫ് സർവീസ് നമ്മൾ പറഞ്ഞു. ജനറൽ സർവീസ് ട്രസ്റ്റി സെർവ് അപ് ടു 4 സക്സസീവ് 1 year ടേംസ്. 4 പ്രാവശ്യം ഒരു വർഷം വീതം 4 പ്രാവശ്യം അവർക്ക് സേവനം അനുഷ്ഠിക്കാം. അടുത്തത് എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ തിരിച്ചറിയുന്നത്? ജനറൽ സർവീസ് ട്രസ്റ്റീസ് ആർ ചൂസൺ ഫ്രം എമോങ് കറന്റ് ഓർ പാസ്റ്റ് നോൺ ട്രസ്റ്റി ഡയറക്ടേഴ്സ് of the 2 corporate boards, AA World Service Inc. and AA Grape Inc. Since non-trustees directors are already serving or have served on one of the corporate boards, their qualifications as well are known as to the members of these prospective boards. The resume of one qualified candidate who has served for at least 1 year on the AWS or Grape Wine boards is submitted to the trustees nominating committee. If the candidate is acceptable to the nominating committee, the nominee's name is forwarded to the full board with the recommendations from the candidate to be included on the slate of trustees presented to the conference. If the candidate is not acceptable, the committee may select another qualified candidate or request that the affiliate corporate board submit another qualified candidate for consideration. നിലവിലുള്ളതോ മുൻകാലത്തേതോ ആയ നോൺ ട്രസ്റ്റി ഡയറക്ടേഴ്സിൽ നിന്നാണ് ജനറൽ സർവീസ് ട്രസ്റ്റിമാരെ തെരഞ്ഞെടുക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ റെസ്യൂം ട്രസ്റ്റീസ് നോമിനേറ്റിംഗ് കമ്മിറ്റിയിലേക്ക് സമർപ്പിക്കുന്നു. കമ്മിറ്റി അംഗീകരിച്ചാൽ അവരുടെ പേര് മുഴുവൻ ബോർഡിന്റെ പരിഗണനയിലേക്കും പിന്നീട് കോൺഫറൻസിന്റെ ശുപാർശയിലേക്കും ചെയ്യപ്പെടുന്നു. അംഗീകരിക്കാത്ത പക്ഷം കമ്മിറ്റി മറ്റൊരു യോഗ്യനായ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുകയോ അനുബന്ധ ബോർഡിനോട് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യും. ബോർഡിന്റെ പരിഗണനയ്ക്കായി സ്ഥാനാർത്ഥിയെ സമർപ്പിക്കും. ട്രസ്റ്റീസ് നോമിനേറ്റിംഗ് കമ്മിറ്റിയാണ് ജനറൽ സർവീസ് ട്രസ്റ്റിമാർ, ക്ലാസ് എ ട്രസ്റ്റിമാർ, നോൺ ട്രസ്റ്റി ഡയറക്ടേഴ്സ് എന്നിവർക്കുള്ള ശുപാർശകൾ നൽകുന്നത്. ട്രസ്റ്റിമാരെ നോമിനേറ്റിംഗ് ചെയ്യുന്ന കമ്മിറ്റികളാണ് അത് ചെയ്യുന്നത്. AA വേൾഡ് സർവീസ് ബോർഡിന്റെയും ഗ്രേപ്പ് വൈൻ ബോർഡിന്റെ ഉപദേശം സ്വീകരിക്കുകയും അവരുമായി ആലോചിക്കുകയും ചെയ്യുന്നു. ജനറൽ സർവീസ് ബോർഡിന്റെ ഓഫീസർമാരാകേണ്ട ട്രസ്റ്റിമാരുടെ പട്ടികയും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. കോൺഫറൻസിൽ സമർപ്പിക്കുന്ന ട്രസ്റ്റിമാരുടെ പട്ടിക കോൺഫറൻസ് അംഗങ്ങളുടെ ഭൂരിപക്ഷം എതിർക്കുന്നില്ലെങ്കിൽ അന്തിമ പട്ടികയായിട്ട് അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുക. അടുത്തതായിട്ട് സബ്മിറ്റിംഗ് കാൻഡിഡേറ്റ്സ് ഓഫ് ബോർഡ് കൺസിഡറേഷൻ. ദ ട്രസ്റ്റീസ് നോമിനേറ്റിംഗ് കമ്മിറ്റി is responsible for recommending to the general service board the candidate to be considering for general service trustees as well as class A trustees and non-trustee directors. The trustees nominating committee receives advice from the consults with the AWS and AA Grape Wine boards with respect to potential general service trustees, non-trustees directors and regional trustees to serve on the respective boards. The trustees nominating committee also recommends a slate of trustees to serve as officers of the general service board. The proposed slate is determined by the board prior to the conference and presented to the conference in the same manner as the slate of trustees. During the conference, a proposed slate of trustees is presented to the conference and this become the final slate unless a majority of the conference members votes disapprove any one or all proposed trustees listed. The nominating procedure used in developing the slate vary with the different types of trustees. അപ്പം വിശാല സബ്മിറ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫോർ ബോർഡ് കൺസിഡറേഷൻ ആണ്. ബോർഡിന്റെ പരിഗണനയ്ക്കായി സ്ഥാനാർത്ഥികളെ സമർപ്പിക്കുന്നതിനെ പറ്റിയാണ്. ട്രസ്റ്റിംഗ് നോമിനേറ്റിംഗ് ട്രസ്റ്റി കമ്മിറ്റി അല്ലെങ്കിൽ നോമിനേറ്റിംഗ് കമ്മിറ്റി, ട്രസ്റ്റീസിന്റെ നോമിനേറ്റിംഗ് കമ്മിറ്റിയാണ് ജനറൽ സർവീസ് ട്രസ്റ്റിമാർ, ക്ലാസ് എ ട്രസ്റ്റിമാർ, നോൺ ട്രസ്റ്റീസ് ഡയറക്ടർ എന്നിവർക്കുള്ള ശുപാർശകൾ നൽകുന്നത്. അതുപോലെ തന്നെ AA വേൾഡ് സർവീസ് ബോർഡിന്റെയും ഗ്രേപ്പ് വൈൻ ബോർഡിന്റെ ഉപദേശം സ്വീകരിക്കുക അവരുമായി ആലോചിക്കുകയും ചെയ്യുന്നു. ജനറൽ സർവീസ് ബോർഡിന്റെ ഓഫീസർമാരാകേണ്ട ട്രസ്റ്റിമാരുടെ പട്ടികയും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു.
കോൺഫറൻസ് സമർപ്പിക്കുന്ന ട്രസ്റ്റിമാരുടെ പട്ടിക കോൺഫറൻസ് അംഗങ്ങളുടെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അത് എതിർക്കുന്നില്ലെങ്കിൽ അത് അന്തിമ പട്ടികയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ട്രസ്റ്റീസ് അറ്റ് ലാർജ്. Reason for trustees at large. These trustees are selected for their service, experience, and familiarity with the AA principles. They bring to the board's discussions the board prospectus informed by their ongoing contact with the international AA community. Qualification. The conference feels that 10 years of continuous sobriety is right for trustees at large, although it's not mandatory. While helpful, trustees at large are not required to have business or the other professional experience. The board looks for other strength, leadership skills, and experience. Duties and responsibilities. Trustees at large are members of the Trustees International Committee as well as other committees. They represent the US and Canada as delegate to the World Service meetings, which is held every 2 years. The meeting of the America is zonal meeting held in an alternative year when the World Service meeting is not held. Trustees' principal participations are special service events. They are expected to attend regional forums in both the US and Canada. It is schedules permit each trustees at large could attend on regional forum in each of the 8 North American regions. Over the course of their 4-year terms, they are available for other AA service activities are requested by areas or regions, and additional activities are as requested by the board. They can be appointed as directors of one of the corporate boards, and they may fill in the regional trustees are needed or requested. Number. There are 2 trustees at large on the board, one from US and one from Canada. Terms of service. Each trustees at large serves for successive 1-year terms. ഇവരുടെ എന്താണ് ട്രസ്റ്റീസ് അറ്റ് ലാർജിന്റെ ആവശ്യകത എന്താണ്? സേവനങ്ങളുടെ അനുഭവങ്ങളും ആൽക്കോളിസമിന്റെ തത്വങ്ങളെ കുറിച്ചുള്ള അറിവും അടിസ്ഥാനമാക്കിയാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അന്താരാഷ്ട്ര AA സമൂഹങ്ങളുമായി തുടർച്ചയായ ബന്ധമുള്ളതിനാൽ ബോർഡ് ചർച്ചകൾ വിശാലമായ കാഴ്ചപ്പാട് നൽകുന്നു. ഇവർക്കുള്ള യോഗ്യതകൾ സാധാരണയായി 10 വർഷത്തെ തുടർച്ചയായ സോബറേറ്റി മദ്യവിമുക്തി അഭികാമ്യമാണ്. എന്നാൽ അതൊരു നിർബന്ധമല്ല. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പരിചയം സഹായകരമാണെങ്കിലും നിർബന്ധമല്ല. ബോർഡ് അന്വേഷിക്കുന്ന പ്രധാന ഗുണങ്ങൾ ഇതാണ്: നേതൃത്വത്തിനുള്ള കഴിവുണ്ടായിരിക്കണം, സേവനത്തിലുള്ള പരിചയം ഉണ്ടായിരിക്കണം, AA തത്വങ്ങളോടുള്ള പ്രതിബദ്ധത ഉണ്ടാകണം, നല്ല വിധി നിർണയ ശേഷി ഉണ്ടാകണം, സംഘമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകണം. അതിന്റെ US കാനഡയിലുള്ള ട്രസ്റ്റീസ് അറ്റ് ലാർജിന്റെ ചുമതലകളും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും. ചുമതലകളും ഉത്തരവാദിത്തങ്ങളും. ട്രസ്റ്റീസ് അറ്റ് ലാർജ് ട്രസ്റ്റിമാരുടെ ഇന്റർനാഷണൽ കമ്മിറ്റിയിലും മറ്റും കമ്മിറ്റികളിൽ അംഗങ്ങളായിരിക്കും. അവർ USയിലും കാനഡയും പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. വേൾഡ് സർവീസ് മീറ്റിംഗിൽ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വേൾഡ് സർവീസ് മീറ്റിംഗിൽ പങ്കെടുക്കും. മീറ്റിംഗ് ഓഫ് ദ അമേരിക്കസ് വേൾഡ് സർവീസ് മീറ്റിംഗ് ഇല്ലാത്ത ഇടപെട്ട വർഷങ്ങളിൽ നടക്കുന്ന മേഖലാതല സമ്മേളനങ്ങളിലും പങ്കെടുക്കും. USയിലെയും കാനഡയിലെയും റീജിയണൽ ഫോറത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. 4 വർഷത്തെ സേവന കാലയളവിൽ സമയം അനുവദിക്കുന്നുവെങ്കിൽ ഉത്തര അമേരിക്കയിലെ 8 മേഖലകളിലും ഓരോ റീജിയണൽ ഫോറങ്ങളിലും പങ്കെടുക്കാം. ഏരിയകളോ മേഖലകളോ ആവശ്യപ്പെടുന്ന മറ്റ് AA സേവന പ്രവർത്തനങ്ങൾക്കും ബോർഡ് ആവശ്യപ്പെടുന്ന അധിക ചുമതലകൾക്കും ലഭ്യരായിരിക്കണം. ആവശ്യമായാൽ അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചാൽ കോർപ്പറേറ്റ് ബോർഡുകളിലൊന്നിന്റെ ഡയറക്ടറായും നിയമിക്കപ്പെടാം. റീജിയണൽ ട്രസ്റ്റിമാരുടെ സ്ഥാനത്ത് താൽക്കാലികമായി പ്രവർത്തിക്കുകയും ചെയ്യാം. എണ്ണം. ബോർഡിൽ ആകെ 2 ട്രസ്റ്റീസ് അറ്റ് ലാർജ് ഉണ്ട്. ഒരാൾ USൽ നിന്നും ഒരാൾ കാനഡയിൽ നിന്നും. സേവന കാലാവധി. ഒരു ട്രസ്റ്റീസ് അറ്റ് ലാർജ് 4 തുടർച്ചയായ 1 വർഷ കാലാവധികളാണ് സേവനം അനുഷ്ഠിക്കുന്നത്. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യൽ. നാമനിർദ്ദേശങ്ങളുടെ ഉറവിടം. സെലക്ടിംഗ് നോമിനേഷൻ. സോഴ്സ് ഓഫ് നോമിനേഷൻ. All areas in the US or Canada are notified of a vacancy and asked to submit qualified candidates. Not prior conference have recommended that no area submit the same person as a candidate for both regional trustees and trustees at large as US or Canada at the same conference. Selecting nominees for board submission. To select a candidate to submit to the board for consideration, the area typically invite interest numbers of their respective assemblies to indicate interest in being considered. Many areas ask them to provide a service history to help the assemblies in their selection. For the vote, most area rely on the third legacy procedure. അപ്പോൾ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം ചെയ്യുന്നത് നാമനിർദ്ദേശങ്ങളുടെ ഉറവിടം ഒഴിവ് വരുമ്പോൾ US അല്ലെങ്കിൽ കാനഡയിലെ എല്ലാ ഏരിയകളെയും ഇത് അറിയിക്കുകയും യോഗ്യരായ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഓരോ കോൺഫറൻസിലും ഒരാളെ അല്ലെങ്കിൽ റീജിയണൽ ട്രസ്റ്റിയുടെയും ട്രസ്റ്റി അറ്റ് ലാർജിന്റെയും സ്ഥാനാർത്ഥിയെ ഒരേ സമയം നാമനിർദ്ദേശം ചെയ്യരുതെന്ന് മുൻ കോൺഫറൻസുകൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഒരേ കോൺഫറൻസിൽ റീജിയണൽ ട്രസ്റ്റി ആയിട്ടും ട്രസ്റ്റി അറ്റ് ലാർജ് ആയിട്ടും ഒരേ ആളെ തന്നെ ഒരേ സ്ഥാനാർത്ഥിനെ തന്നെ നാമനിർദ്ദേശം ചെയ്യരുത്.
ബോർഡിലേക്ക് സമർപ്പിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കൽ. താല്പര്യമുള്ള അംഗങ്ങളോട് തങ്ങളുടെ പേര് പരിഗണനയ്ക്കായി സമർപ്പിക്കാൻ ഏരിയ അസംബ്ലികളാണ് ക്ഷണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സഹായകരമായി പല ഏരിയകളും സേവന ചരിത്രം ആവശ്യപ്പെടുന്നു. ആളുകളുടെ ഈ ട്രസ്റ്റിഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നവരുടെ സേവന ചരിത്രം, സർവീസ് ഹിസ്റ്ററി ആവശ്യപ്പെടും. വോട്ടെടുപ്പിനായി സാധാരണ തേർഡ് ലെഗസി പ്രൊസീജിയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം.